6 വരെയുള്ള വാചകം തന്നെ എന്താ അറിയോ? ഇസ്രായേലി ഭവനത്തിൽ നിന്നും അടിമദേശത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ ദൈവം. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. എന്ത് മനോഹരമായ വാചകം! ഇത് ബൈബിൾ കയ്യിലേന്തുന്ന ക്രൈസ്തവൻ വായിക്കേണ്ടതാണ്. ബൈബിൾ പറയുന്നത് എന്താണ്? ഇസ്രായേലി ഭവനത്തിൽ നിന്നും അടിമദേശത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഈ വാചകവുമായി ക്രൈസ്തവ ലോകം ഇന്ന് എവിടെ നിൽക്കുന്നു? ഇനി യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കൊല്ലാൻ വന്ന സുഹൃത്തുക്കളെ, ബൈബിളാണ് പറയുന്നത്. ഞാൻ ബൈബിളിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നത്. ബൈബിളിൽ നിങ്ങൾ നോക്കൂ, അദ്ദേഹം പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ സൂക്തം. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 46-ാമത്തെ സൂക്തത്തിൽ പറയാൻ, എന്റെ ദൈവമേ, യേശുക്രിസ്തു വിലപിക്കാണ്. പിലാത്തോസിന്റെ പടയാളികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു കല്ലേറ് വെളിപാടകലെ കാൽമുട്ട് കുത്തിവെച്ചിട്ട് യേശുക്രിസ്തു പറയാണ്, എന്റെ ദൈവമേ, കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കണ്ടോ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലി ലമ്മാ സബക്താനി, എലോഹിം എലോഹിം ലമ്മാ സബക്താനി. സുറിയാനിയിൽ അത് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 വാചകങ്ങളിൽ ഒന്ന് ഇതാണ്. അവിടെ യേശുക്രിസ്തു പറയുന്നത് എന്തറിയോ? കർത്താവേ, കർത്താവേ, നീ എന്നെ എന്തുകൊണ്ടാണ് കൈവടിഞ്ഞത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം, കുരിശുമരണം ഒരിക്കലും യേശുക്രിസ്തു ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ ദൈവം അതിനുവേണ്ടി തെരഞ്ഞെടുത്തതാണെങ്കിൽ യേശുക്രിസ്തു എന്താ പറയാ? പിലാത്തോസിന്റെ പടയാളികളെ, വരൂ, എന്നെ കുരിശിലേറ്റു, ലോകത്തെ മനുഷ്യരെ പാപത്തിൽ നിന്ന് മുക്തരാക്കൂ എന്നല്ലേ യേശുക്രിസ്തു പറയേണ്ടത്? ബൈബിളിലെ വാചകമാണ് ഞാൻ ഈ പറയുന്നത്. ബൈബിളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ നിന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സിമെന്റഡ് പ്രൂഫാണ്. ബ്രിങ് ദ എവിഡൻസ് ഹാതു ബുർഹാനക്കും. നിങ്ങൾ കൊണ്ടുവാ തെളിവ് എന്ന് പറയുമ്പോൾ ആ തെളിവാണിത്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമുണ്ട്, 3-ാം അധ്യായം 64. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയാണ്, മുസ്ലിങ്ങളെ, നിങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും വേദക്കാരെയും നിങ്ങൾ ക്ഷണിക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ സദസ്സിൽ വിളിച്ചു വരുത്തണം. എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം. എന്ത് പറയണം? ജോസഫേ, സാറാമേ, ദാ നമ്മുടെയൊക്കെ ദൈവം ഒന്നാണ് കേട്ടോ എന്ന് പറയണം. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ദൈവം ഒന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നാണെന്ന് പറയണം. ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്ത് മനോഹരമായ വാക്കാണ്! നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ ഗ്രന്ഥങ്ങളെല്ലാം നൽകിയത് ഒരു ദൈവമാണ്. എന്ത് മനോഹരമായ! ഒരു മുസ്ലിം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയുടെ ഒരു വാചകം എന്താ അറിയുന്നത്? ഒരു മുസ്ലിം ഉറങ്ങാൻ കിടക്കുമ്പോ വുളൂ ചെയ്ത് അംഗശുദ്ധി വരുത്തി അവൻ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുമ്പോ വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂക്തങ്ങൾ ഉരുവിടേണ്ടതുണ്ട്. അതിലൊരു സൂക്തം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖ് ബൈന അഹദിൻ മിർ റുസുൽ വഖാലു സമീഅനാ വ അതഅനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. എന്താ വാചകത്തിന്റെ അർത്ഥം നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിൽ മാത്രമല്ല, ഞങ്ങൾ എല്ലാ വേദങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. ഇഞ്ചീല്, തൗറാത്ത്, ബൈബിൾ, തോറ എല്ലാ പുസ്തകങ്ങളും ഞങ്ങൾ വിശ്വസിച്ചു. എന്നിട്ട് പറയാണ്, എല്ലാ പ്രവാചകന്മാരിലും ഞങ്ങൾ വിശ്വസിച്ചു. എല്ലാ പ്രവാചകന്മാരിലും. എന്നിട്ട് ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്, ലാ നുഫർരിഖ് ബൈന അഹദിൻ മിർ റുസുൽ. ഒരൊറ്റ പ്രവാചകർക്കിടയിലും ഞങ്ങൾ ഭിന്നത കൽപ്പിക്കുന്നില്ല. 2 മിനിറ്റ് ഞാനതൊന്ന് വിശദീകരിച്ചോട്ടെ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയുമോ, ക്രിസ്ത്യാനികൾ ലോകത്ത് ഏറ്റവും കൂടുതലുണ്ട്, അറിയാമല്ലോ. യഹൂദന്മാർക്കൊരു ഗ്രന്ഥമുണ്ട്, അറിയുമോ നിങ്ങൾക്ക് അതെന്താണെന്ന്? തെൽമൂദ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. തെൽമൂദിൽ ഒരു വാചകമുണ്ട്, അതെന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അകാരണമായി ഒരു യഹൂദനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ യഹൂദനെയും കൊന്നവനെ പോലെയാണ്. അതാ ലോകത്തിലെ വർഗീയതയ്ക്ക് വിത്ത് പാകിയത്. എന്താ വാചകം? ആ വാചകം ഒന്നുകൂടെ പറയാൻ ഞാൻ ശ്രദ്ധിക്കുക. തെൽമൂദ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, അകാരണമായി ഒരു യഹൂദനെ കൊന്നവൻ ലോകത്തുള്ള മുഴുവൻ യഹൂദനെയും കൊന്നവനെ പോലെയാണ്. അതാണ് വർഗീയത. എന്നാ ഖുർആനിലൊരു വാചകമുണ്ട്, ഇത് ഈ രൂപത്തിൽ വന്നിട്ടുള്ള ഒരു വാചകം. അതെന്താ? ഈ രൂപത്തിലല്ല, ഇതേപോലെ വിളിച്ചിട്ട് പറയുന്ന ഒരു വാചകം. അതെന്താ? ഖുർആനിലെ 5-ാം അധ്യായം, മിൻ അജലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ.
വിശുദ്ധ ഖുർആൻ പറയാണ്. വിശുദ്ധ ഖുർആൻ അവിടെ തീർത്തു പറഞ്ഞു. ഖുർആൻ 5-ാം അധ്യായം 32-ാമത്തെ സൂക്തത്തിൽ മനുഷ്യരെ അകാരണമായി, ആ പദം നിങ്ങളൊന്ന് അടിവരടണം, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, എന്താ വാചകം? അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളിയെ പോലെയാണവൻ. ഖതലൻ ബിനഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ ഫമൻ അഹ്യാ ഫകഅന്നമാ അഹ്യാ അന്നാസ ജമീഅ. എന്തൊരു മനോഹരമായ വാചകം! നീ കാരണമായ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാണ് നീ. നീ കാരണമായ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ് നീ. തട്ടമിട്ട ഉമ്മയുടെ മകനായിരുന്നാലും പൊട്ടുതൊട്ടമ്മയുടെ മകനായിരുന്നാലും ഏത് മകനായിരുന്നാലും അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ്. അപ്പൊ യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഒരിടത്തിൽ യേശുക്രിസ്തു ചോദിക്കണം, അദ്ദേഹത്തിന്റെ വിയർപ്പ് തുള്ളികൾ രക്തകണമായി വീണുന്ന, അവരിൽ നിന്നൊരു കല്ലേറ് ദൂരെ മാറി കാൽമുട്ടിൽ വീണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. സഹോദര, പ്രാർത്ഥിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യന്റെ നിസ്സഹായതയിൽ നിന്നാണ് പ്രാർത്ഥനയുണ്ടാകുന്നത്. ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ടി വരുമോ? വിനീതമായി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിലരെ ഞാൻ ഈ സദസ്സിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തിനാ? നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ അവരെന്നോട് പറയരുത്, എത്ര നല്ല സുഹൃത്തായി ഇതൊക്കെ പ്രഭാഷണം ചെയ്തിട്ട് നീ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് നാളെ അവർ ചോദിക്കരുത്. അതിനാണ് ഞാൻ ഈ വാചകം ഉദ്ധരിക്കുന്നത്. യേശുക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ ബലഹീനതയുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. വേദം പറയുന്നത് യേശുക്രിസ്തുവിന് പ്രാർത്ഥിക്കേണ്ടി വന്നു, തന്നെ രക്ഷിക്കാൻ ദൈവത്തോട് യാചിക്കേണ്ടി വന്നു. ആ യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകരായി സ്വീകരിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനെ രക്ഷ തേടി ദൈവത്തോട് പ്രാർത്ഥിച്ചു മാതൃക കാണിച്ചു. അപ്പൊ യേശുക്രിസ്തുവിനെ ആദരിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ? യേശുക്രിസ്തുവിനെ ആദരിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കല്ലേ വേണ്ടത്? യേശുക്രിസ്തു പരിച്ഛേദനം നടത്തി എന്ന് മത്തായി സുവിശേഷത്തിലുണ്ട്, അതല്ലേ സ്വീകരിക്കേണ്ടത്? യേശുക്രിസ്തുവിന് വിശന്നു എന്ന് മാർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്ന ആ നാളും നായികയും ഒരു നാളും ഒരാളും അറിയില്ല. ലോകം അവസാനിക്കുന്നതിനെ പറ്റി യേശുക്രിസ്തു പറഞ്ഞു. ഒരു വാചകം നിങ്ങൾ നോക്കൂ, അത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചു തരാം. നോക്കൂ, ലോകാവസാനത്തെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നു. ഇത് ബൈബിളിലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പിരിഞ്ഞു പോകുമ്പോൾ ബൈബിൾ പരിശോധിക്കാവുന്നതാണ്, പരിശോധിച്ച് ബോധ്യപ്പെടുത്താവുന്നതാണ്. ബൈബിളിലെ വാചകം, ആ നാളും നായികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാർ പോലും ഉണ്ടോ, സ്വർഗത്തിലെ മാലാകമാർ പോലും, പുത്രന് പോലും അറിയുന്നില്ല. മാർക്കോസിലെ 13-ാം അധ്യായം 32-ാമത്തെ സൂക്തമാണ്. ഇത് ബൈബിളിലുള്ളതാണ്. ലോകത്തിന്റെ അവസാനം അറിയാത്ത അറിവിൽ പരിമിതിയുള്ള ആളാണ് മഹാനായ യേശുക്രിസ്തു. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് എന്താ അറിയുന്നത്? അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ യേശുക്രിസ്തുവിനെ പറ്റി യഹൂദന്മാർ പറയുന്നത് വേശ്യയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവരെയും യഹൂദന്മാർ പിണക്കി, യഹൂദന്മാർ ശത്രുക്കളാക്കി. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ക്രൈസ്തവ സമൂഹം പറയുന്നതോ ദൈവത്തിന്റെ പുത്രൻ. എന്നാൽ ഇസ്ലാം ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു സംഗതിയാ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ സത്യത, ദൈവത്തിന്റെ സത്യത. ഇസ്ലാം പറയുന്നത് എന്തറിയോ? യേശുക്രിസ്തു വേശ്യയുടെ പുത്രനല്ല, പരിശുദ്ധയായ കന്യാമറിയമിൽ ദൈവത്തിന്റെ അനുഗ്രഹമായി സൃഷ്ടിക്കപ്പെട്ട സാക്ഷാൽ നല്ലൊരു പ്രവാചകനാണ് യേശുക്രിസ്തു. എന്നാൽ ഒരു തിരുത്തുകൂടെ കൊടുത്തു ഇസ്ലാം. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല. ദൈവത്തിന് അതുണ്ടായിക്കൂടാ. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് നജറാനിൽ നിന്ന്, ഞാൻ ഇത് പറയുന്നു, ഈ സംഭവം പറയുന്നു, നജറാനിൽ നിന്ന് മുഹമ്മദ് നബിയെ കാണാൻ ക്രൈസ്തവരായ കുറച്ച് പാതിരിമാർ വന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹൃദയം തുറന്ന് ഈ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിലെ വിലപ്പെട്ട സമയം ടിവിയുടെയും സിനിമയുടെയും കേരംസിന്റെയും മുമ്പിൽ വെറുതെ ചെലവഴിക്കുന്ന മനുഷ്യരെ, ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള ഒരു വാചകത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു ലോകത്ത് മനുഷ്യരെ പഠിപ്പിച്ചത് പരിശുദ്ധയായ കന്യാമറിയമിന്റെ പുത്രൻ എന്ന നിലയിലാണ്. ദൈവത്തിന്റെ പുത്രനല്ല. നജറാനിൽ നിന്ന് വന്ന ആളുകൾക്ക് ദൈവത്തെ പറ്റി അവർ ചോദിച്ചു മുഹമ്മദ് നബിയോട്, മുഹമ്മദേ, നീ പരിചയപ്പെടുത്തുന്ന ദൈവം ആരാ? പിന്നെ അപ്പോൾ കമ്പ്യൂട്ടർ കണക്കെ പ്രവാചകന്റെ നെറ്റിത്തടം വിയർത്തു. പ്രവാചക തിരുമേനിക്ക് വഹി വന്നു. വഹി വന്നിട്ട് പ്രവാചകനോട് പറയുക, പ്രവാചക, ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആനിന്റെ 112-ാമത്തെ അധ്യായം, സൂറത്ത് ഇഖ്ലാസ് എന്നാണ് അധ്യായത്തിന്റെ പേര്. നിഷ്കളങ്കത എന്നാണ് മലയാളത്തിൽ അതിന്റെ പരിഭാഷ. ആ അധ്യായത്തിൽ 4 സൂക്തങ്ങളുണ്ട്. ആ 4 സൂക്തങ്ങൾ ഇങ്ങനെയാണ്. കുൽ, പറയുക പ്രവാചക, ഹുവല്ലാഹു അഹദ്, ദൈവം ഏകനാണ്. തമേകം ശരണ്യം, ദൈവം ഏകനാണ്.
ഏകനാണ്, അദ്വിതീയനാണ്, രണ്ടില്ല. ഏകം സന്തം ബഹുദാ കൽപ്പയന്തി ഇല്ല. യോ ദേവാനാം നാമധായേഘേവ, ഋഗ്വേദത്തിലുള്ളതാണ്. 3-ാം അധ്യായത്തിലെ കേട്ടോ, ഋഗ്വേദം പറയും ഓ ദേവാനാം നാമധായേഘേവ ഏകം സന്തം ബഹുദാ കൽപ്പയന്തി. അവിടെ രണ്ട് വ്യത്യാസങ്ങളുടെ അത് വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും നമ്മുടെ അവിടെ മനസ്സിലാക്കിയ വേദത്തിലൂടെ ദൈവത്തെ അറിയുമ്പോൾ ആ ദൈവത്തെ പറ്റി പറയുന്നിടത്ത് വളരെ കൃത്യമായി പഠിപ്പിച്ചു. യേശുക്രിസ്തുവിനെ പറ്റി പഠിപ്പിച്ചിടത്തും മനുഷ്യ ദൈവത്തെ പറ്റി പഠിപ്പിച്ചിടത്തും ഖുർആൻ പറഞ്ഞൊരു കാര്യം, ദൈവം ഏകനാണ്, പലതില്ല, ഏകൻ. എന്നിട്ട് പറഞ്ഞു ഖുർആൻ, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. ഈ ഒരു പദം ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോകാൻ അബൂബക്കറിന്റെ സാന്നിധ്യം വേണ്ടി വന്നു. വഴികാട്ടിയായ ഒരു ശത്രുവിന്റെ സാന്നിധ്യം പോലും ആ പ്രവാചകന് വേണ്ടി വന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് നമുക്കെല്ലാവർക്കും ആശ്രയത്വം വേണം. മാതാ അമൃതാനന്ദമയി ഇവിടുന്ന് വിദേശയാത്ര നടത്തിയപ്പോ ദിബാഷിയുടെ സഹായത്തോടു കൂടിയാണ് പോയത്. പുട്ടപ്പർത്തിയിൽ സായിബാബയെ കൊല്ലാൻ ആരോ ശ്രമിച്ചപ്പോ 500 പോലീസുകാർ അവിടെ കാവല് നിർത്തി. സഹോദര, ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ രക്ഷിക്കുമെന്നല്ലേ നമ്മൾ പറഞ്ഞത്? ആ ദൈവത്തെ മനുഷ്യർ തന്നെ രക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചുകൂടെ നമുക്ക്? അത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് വർഗീയതയാകുമോ? എന്റെ ഹൃദയത്തിൽ തട്ടി ഞാനത് ചോദിച്ചാൽ അത് വർഗീയതയാകുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകളെ ഒരു വ്യക്തി കുന്തമറിഞ്ഞ് താഴെയിട്ടു. മുഹമ്മദ് നബിയുടെ മകൾ മരിച്ചുപോയി. മുഹമ്മദ് നബിക്ക് ഒരു യഹൂദ പെണ്ണ് മാംസത്തിൽ വിഷം പുരട്ടി കൊടുത്തു. പ്രവാചകന്റെ അനുചരന് പ്രവാചകൻ അത് കൊടുത്തു. അയാൾ അപ്പൊ തന്നെ മരിച്ചു വീണു. പ്രവാചകന് അതിന്റെ വേദന അനുഭവപ്പെട്ടു, പ്രയാസമുണ്ടായി. കാരണം പ്രവാചകൻ പച്ചയായ മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി ദൈവികത്വം വാദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോകട്ടെ, ദൈവത്തിന്റെ പുത്രനല്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, ലം യലിദ് വലം യൂലദ്, അവൻ പിതാവല്ല, പുത്രനല്ല, അവൻ ആരുടെയും പിതാവായിട്ടില്ല. ഖുർആനിൽ 99 ഗുണവിശേഷങ്ങളുടെ ദൈവത്തെ പറ്റി. പക്ഷെ ഒരിടത്ത് പോലും അബ് എന്ന പ്രയോഗമില്ല, ഫാദർ എന്ന പ്രയോഗം. ദൈവത്തെ ഫാദർ എന്ന് വിളിച്ചൊരു പ്രയോഗം ആലങ്കാരികമായി പോലും ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖുർആനിന്റെ സവിശേഷത. കാരണം ബാപ്പാനെ പോലെയാണ് ദൈവം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഖുർആൻ പറയുന്നത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ദൈവത്തിന് തുല്യരായ ആരുമില്ല. ദൈവത്തിന് തുല്യരായ ആരുമില്ല. അപ്പൊ ദൈവത്തിന് തുല്യരായ ആരുമില്ലെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കണമെന്നത് വേദത്തിന്റെ അന്തസാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 വാചകങ്ങൾ വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഏതൊന്നാണോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, ഏതൊന്നാണോ നമുക്ക് കണ്ണിന് കാഴ്ച നൽകിയത്, ബൈബിൾ കാണാൻ നിങ്ങൾക്ക്, ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. നോക്കൂ, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 37 പറയാ, നിങ്ങൾ ഒരു നാളും അവന്റെ ശബ്ദം കേട്ടിട്ടില്ല, അവന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിനെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്, കന്യാമറിയം കണ്ടിട്ടുണ്ട്, നാട്ടുകാർ കണ്ടിട്ടുണ്ട്, പിലാത്തോസിന്റെ പടയാളികൾ കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് കണ്ടുന്നവർ ദൈവമല്ല എന്നാണ് ഖുർആനിലുണ്ട് ദേവാചകം. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആം 103-ാമത്തെ സൂക്തം, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ഖുർആൻ പറയാണ്, ആ ദൈവത്തെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എന്നാൽ ആ ദൈവമാണ് നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയത്. എന്താണ് ഇഹ്സാൻ, എന്താണ് നന്മ എന്നതിനെ കുറിച്ച് ഇസ്ലാം വിശദീകരിച്ച ഒരു ഭാഗം ഇതാണ്, അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ ദൈവത്തെ ആരാധിക്കുക. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം കറുത്ത കൂരിരുട്ടുള്ള രാത്രിയിൽ കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്നവനാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം. കോടാനുകോടി മനുഷ്യരുടെ മനോഗതം അറിയുന്ന നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാളും അടുത്ത ദൈവം. ദൈവത്തെ പറ്റി ചോദിച്ച പ്രവാചകനോട് പറയാൻ പറഞ്ഞു ഖുർആൻ, നബിയെ ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയാൻ നബി അവരോട് പറഞ്ഞു കൊടുക്കണം, ആരാണ് ദൈവം. വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ മനുഷ്യർ ചോദിക്കുന്നു ആരാണ് ദൈവം, ദൈവം എവിടെയാണ്? അപ്പോൾ അവരോട് പറയണം, ഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. എന്നെ തേടി അവർ മക്കത്ത് വരേണ്ടതില്ല, എന്നെ തേടി അവർ പുട്ടപ്പർത്തിയിൽ വരേണ്ടതില്ല, എന്നെ തേടി അവർ എവിടെ വരേണ്ടതില്ല, കാശിയിൽ വരേണ്ടതില്ല, എന്നെ തേടി അവർ ഭീമാപള്ളിയിൽ ചെല്ലേണ്ടതില്ല, എന്നെ തേടി അവർ സിഎം മക്കാമിൽ ചെല്ലേണ്ടതില്ല, എന്നെ തേടിയവർ ഉള്ളാളത്ത് ചെല്ലേണ്ടതില്ല, എന്നെ തേടിയവർ സൗദിയിൽ ചെല്ലേണ്ടതില്ല. ഞാൻ അവരുടെ ജീവനാഡിയേക്കാളും അടുത്തവനാണ്. എത്ര പ്രൗഢം, എത്ര ഗംഭീരം,
എത്ര സാരസമ്പുഷ്ടം, എത്ര ഹൃദയാവർജകം, എത്ര ആനന്ദദായകം, എത്ര 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 ചിന്തിച്ചാലും ഒടുക്കമില്ലാത്തൊരാദർശം. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 10-11 സൂക്തങ്ങളാണ്. എന്താ അത് പറയുന്നത് അറിയോ? ആകാശത്തെ നിങ്ങൾ കാണാത്ത തൂണുകൾ കൊണ്ട് നാട്ടിയവനാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടിയവനാണ് നിങ്ങളുടെ ദൈവം. ആകാശം എന്നുണ്ട്? മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുണ്ട്, മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ട്. പിന്നെ ഒരു പ്രയോഗം, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവനാണ് നിങ്ങളുടെ ദൈവം. മഴ ചൊരിഞ്ഞവനാണ് നിങ്ങളുടെ ദൈവം. അല്ലേ? ഈ ദൈവത്തെ ആരാധിക്കാൻ, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് പറയുന്നത്? നാഥ, ഒരു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഭിന്നത കൽപ്പിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇസ്ലാം പറയുന്നത് അദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകനാണ്, മറിയമിന്റെ പുത്രനാണ്. ഇനി നോക്കൂ, യേശുക്രിസ്തു എന്ന് കേൾക്കുമ്പോ ഇപ്പൊ നിങ്ങളൊക്കെ കേൾക്കില്ലേ യേശുക്രിസ്തു? പക്ഷെ ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളൊക്കെ മനസ്സുകൊണ്ട് പറയണം അലൈഹിസ്സലാത്തു വസ്സലാം. യേശുക്രിസ്തുവിന്റെ പേര് കേട്ടാൽ, ഈസാ നബി എന്ന് കേട്ടാൽ ഉടനെ മുസൽമാൻ പറയണം അലൈഹിസ്സലാത്തു വസ്സലാം. എന്താ അതിന്റെ അർത്ഥം അറിയോ? യേശുക്രിസ്തുവിന്, കേട്ടോ, ഇന്ന് പറഞ്ഞാൽ എങ്ങനെ, ക്രൈസ്തവരുടെ ദൈവമായി ആരാധിക്കുന്ന യേശുക്രിസ്തുവിന് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം, എത്ര മനോഹരമായ ഒരു തത്വം. ഇനി മൂസാ നബി എന്ന് കേൾക്കുമ്പോൾ ഉടനെ മുസൽമാൻ പറയണം അലൈഹിസ്സലാത്തു വസ്സലാം, ദൈവത്തിന്റെ രക്ഷ മോസസ് പ്രവാചകൻ ഉണ്ടാകട്ടെ. എന്നാൽ ഒരൊറ്റ യഹൂദനും മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന് ശാപമുണ്ടാകട്ടെ എന്നല്ലാതെ അദ്ദേഹത്തിന് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയില്ല. ആ ഇസ്ലാം ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടു. ആ ഇസ്ലാം ഇവിടെ പഠിക്കാതെ പോയി. ഞാനൊരു സംഭവം പറയാം ഈ വിഷയത്തിൽ, ഒരു സംഭവം പറയാം ഈ വിഷയത്തിൽ. ഞാൻ എറണാകുളത്ത് ഒരു ചർച്ചിലെ അച്ഛനുമായി എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. സംസാരത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹം അങ്ങ് ക്രൈസ്തവ മതം സ്വീകരിക്കണം എന്നാലേ മോക്ഷമുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചോ, ഒരൊറ്റ 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, എനിക്കതിന് അങ്ങ് മറുപടി തരണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു യഹൂദനാവുകയാണെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിനെ തള്ളിക്കളയണം, മാത്രമല്ല യേശുക്രിസ്തു യേശുയുടെ പുത്രനാണ് ഞാൻ വിശ്വസിക്കണം. അങ്ങനെ മൈൻഡുള്ള, റിജിഡ് മൈൻഡുള്ള ഒരാളാകാനാണോ അച്ചോ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്? എങ്കിൽ എനിക്ക് യഹൂദമതം പഥ്യമല്ല അച്ചോ. പിന്നെ മുഹമ്മദ് നബിയെയും അതുപോലെ മോസസ് പ്രവാചകനെയും ശത്രുതയോട് കാണുന്ന ഒരു മനസ്സുണ്ടാക്കുന്ന ഒരു വിഭാഗമാകാനാണോ എന്നെ ക്ഷണിക്കുന്നത്? ഞാൻ ഇന്ന് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നു, ബൈബിൾ അംഗീകരിക്കുന്നു, തൗറാത്ത് അംഗീകരിക്കുന്നു, മൂസാ നബി അംഗീകരിക്കുന്നു, ഈ ലോകത്തെ എല്ലാ മതവിശ്വാസികളെയും അംഗീകരിക്കുന്നു. എല്ലാ മതത്തിന്റെ കാതലായ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച വേദത്തിലെ ദൈവസൂക്തത്തെ ഞങ്ങൾ ഒരിക്കലും തള്ളുന്നില്ല. അതൊക്കെ ദൈവത്തിങ്കൽ നിന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശാല മനസ്സിന്റെ ഉടമയായ എന്നെ അങ്ങ് എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത് എന്ന ചോദ്യം പിന്നീട് ഒരിക്കലും അച്ഛൻ ആ വിഷയവുമായി എന്നോട് സംസാരിച്ചിട്ടില്ല. പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ വാചകത്തെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ആ വാചകത്തെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം നമ്മുടെയൊക്കെ ദൈവമാണ് കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്. ആ ദൈവത്തെ അവ്യക്തം വ്യക്തുമാപന്യം മാന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. ഇത് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളതാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണെന്നറിയോ? ഭഗവത്ഗീതയിൽ പറയുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു ദൈവത്തെ, വ്യക്തികളെ പ്രാപിച്ചവനായി ദൈവത്തെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ശ്രീമദ് ഭഗവത്ഗീതയുടെ വ്യക്തമായ വാചകം 9-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അവ്യക്തം വ്യക്തുമാപന്യം മാന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അനശ്വരനും കണ്ടോ, അനശ്വരവും. അനശ്വരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും ആരാധിക്കുന്നവർ മരിക്കില്ലേ, ജനിക്കില്ലേ, വളരില്ലേ, തളരില്ലേ സഹോദര? അതെ, ഇവിടെ പറയുന്നത് ഒരിക്കലും നശിക്കാത്ത സർവോത്കൃഷ്ടമായ എന്റെ പരമാത്മ സ്വരൂപത്തെ അറിയാത്ത ബുദ്ധിഹീനന്മാരായ ആളുകൾ അവ്യക്തനായ എന്നെ വ്യക്തിയെ പ്രാപിച്ചവനായിട്ട്, കണ്ടോ, വ്യക്തിയെ പ്രാപിച്ചവനായിട്ട്, മത്സ്യാദി സ്വരൂപനായിട്ട് ഞാൻ മനുഷ്യനായി മത്സ്യമായി വരും എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല എന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നത്. എന്നാൽ ഭഗവത്ഗീത തന്നെ ഇതിനെതിരായ വാചകമുണ്ട്.
അതാണ് 4-ാം അധ്യായം 7-8. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 4-ാം വോള്യം 55-ാമത്തെ പേജ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത പുസ്തകമുണ്ട്, നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ 4-ാം വാള്യം 55-ൽ അദ്ദേഹം പറയുന്നുണ്ട്, വേദങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുണ്ടായി. വേദത്തിലെ എല്ലാ വാചകങ്ങളും ദൈവികമാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. പിൽക്കാലത്ത് എന്തുണ്ടായി എന്നറിയോ? വേദങ്ങളിൽ മനുഷ്യർ കൈകടത്തി. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നോക്കൂ. ഖുർആനിൽ ഒരു പുതിയ ആയത്ത് വരെ മുസ്ലിങ്ങളുടെ പുരോഹിതന്മാർ കെട്ടിയുണ്ടാക്കി ദൈവത്തിൽ നിന്ന് മനുഷ്യരകറ്റാൻ. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ദൈവത്തിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആനിലെ 4-ാം അധ്യായം 64-ാമത്തെ ആയത്ത് വെട്ടിമാറ്റിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഗ്രന്ഥരചന നടത്തിയിട്ട് ദൈവത്തിൽ നിന്നാന്ന് പറഞ്ഞു ഒരു മുസ്ലിയര്. ആലോചിക്കണം. ഇത് നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. എല്ലാ മതസമൂഹത്തിനും സംഭവിച്ചു പോയ ദുരന്തങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് മതങ്ങൾ പഠിപ്പിച്ച ഈ ദൈവം, ഈ ശ്രേഷ്ഠനായ ദൈവം എത്ര വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്താലും നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത, നമ്മൾ മനസ്സിലാക്കാതെ പോയ ഈ ദൈവം. ഇനി നിങ്ങൾ നോക്കൂ. യാന്തി ദേവാൻ മൃതാദേവൻ പിതൃയാന്തി പിതൃവത ഭൂതാനി യാന്തി ഭൂതേജയാന്തി മദ്യാജിനോപിമാം. ഗീതയിലെ 9-ാം അധ്യായം 25-ാമത്തെ സൂക്തമാണ്. ഇന്ദ്രാദി ദേവന്മാരെ ഉദ്ദേശിച്ച് വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾ ഇന്ദ്രാദികളെ തന്നെ പ്രാപിക്കുന്നു. പിതൃദേവന്മാരെ ഭുജിക്കുന്നവർ പിതൃക്കളെയും പ്രാപിക്കുന്നു. എന്നെ മാത്രം ആരാധിക്കുന്നവർ പരമാനന്ദ സ്വരൂപനായ എന്നിലവർ വന്നു ചേരുന്നു എന്നാണ് ഇസ്ലാം പറയുന്ന. അതാണ് ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മനുഷ്യന്റെ മുമ്പിൽ വെക്കുക. ഇതാണ് ദൈവവിശ്വാസത്തിന്റെ കാതലായ വശമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അപ്പൊ ഖുർആൻ മനുഷ്യരോട് പറയുന്നത് മഹാപ്രപഞ്ചത്തിന്റെ സിട്ടാവായ ഇതുവഴി ഉണ്ടാകുന്ന നേട്ടം എന്താ? ഞാൻ 1-2 കാര്യങ്ങളോടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതുവരെ നിങ്ങളൊന്നിരിക്കുക. 1-2 കാര്യങ്ങൾ. അത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്താണ്? അതിതാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ടാൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണ്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യത്ഖാകും. മനുഷ്യരെ, ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാ നിങ്ങൾ. നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി യത്ഖാകും. നിങ്ങളുടെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ? വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളിൽ ഏറ്റവും ആദരണീയനാരാ? ഏറ്റവും ആദരണീയൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഏത് കോണിൽ ജീവിച്ചാലും പാറിപ്പറഞ്ഞ ഡ്രസ്സുമായി, പാടത്ത് പണിയെടുത്ത് വിയർപ്പിന്റെ ഗന്ധവുമായി ഒരു കൃഷിക്കാരൻ ദൈവസന്നിധിയിൽ ധാർമ്മിക ബോധത്തോടെ കടന്നു വന്നാൽ ആ ദൈവം അവനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. നല്ല ക്ലീൻ ഷേവ് ചെയ്ത് സായിപ്പിന്റെ കോട്ടും സൂട്ടുമിട്ട് നല്ല നിലക്ക് കയറി കാറിൽ AC റൂമിൽ വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇറങ്ങുന്നവൻ ഒരു രാജ്യദ്രോഹിയാണെങ്കിൽ കടന്നു പോടാ എന്ന് ദൈവം പറയും. ആ മഹോന്നതമായ ദർശനം. പ്രിയപ്പെട്ടവരെ, 200 രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുപോയ ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരേ വെള്ള വസ്ത്രത്തിൽ ഷോൾഡറിലും അതുപോലെ തന്റെ അരഭാഗത്തും ഒരേ വെള്ള വസ്ത്രം ധരിച്ച് അടിവെച്ച് മുന്നോട്ട് നീങ്ങുന്ന മുസൽമാന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ദൈവമേ, രാജാവും പ്രജയും മന്ത്രിയും കോടീശ്വരനും ലോകത്തെ എല്ലാ ആളുകളും ഏത് തലത്തിൽ നിന്നാലും അവരൊക്കെ മനുഷ്യരാണെന്ന ഒരു ചീർപ്പിലെ പല്ലുകളെപ്പോലെ, ഒരു ബിൽഡിംഗിലെ ഒരായത്തിലെ കല്ലുകളെപ്പോലെ ഒത്തൊരുമിച്ച് മുന്നേറാൻ ഈ അടുത്ത കാലത്ത് വരെ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിക്കാരനാകണമെങ്കിൽ ബ്രാഹ്മണനാകണമെന്നാണ്. തദീഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണയോനി ക്ഷത്രിയ യോനി വൈശ്യയോനി. ചന്തോകോപനിഷത്തിൽ ഒരു ഭാഗം നല്ല യോനിയിൽ ജനിച്ചവൻ ബ്രാഹ്മണനാണ്, അല്ലാത്തവർ. ഇതൊക്കെ മനുഷ്യർ കെട്ടിയുണ്ടാക്കിയതാണ്. ഇത് മനുഷ്യർ കെട്ടിയുണ്ടാക്കുക. ചാതുർവർണ്ണ്യം മായാസിട്ടം ഗുണകർമ്മ വിഭാഗശേ. ഇതൊക്കെ. എന്നാൽ ഇസ്ലാം പറയുന്നത് മനുഷ്യരൊക്കെ ആദമിന്റെയും നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്നൊരു ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? നെൽസൺ മണ്ടേലയുടേതാണ്. നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയണ 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ രാജ്യദ്രോഹം ചെയ്തിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയി എന്ന കാരണം കൊണ്ടാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ. ദക്ഷിണാഫ്രിക്കയിലെ അവസ്ഥ നിങ്ങൾക്ക്, അമേരിക്കയിലെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? കറുത്തവന് വേറെ ക്ഷേത്രം, കറുത്തവന് വേറെ ചർച്ച്, വെളുത്തവന് വേറെ ചർച്ച്.
ഇസ്ലാമിൽ മനുഷ്യരെല്ലാം ഒരുമിച്ച് ഒന്നിച്ച് എല്ലാവരും. അബുൽ കലാം ആസാദിനോട് ഒരിക്കൽ ചോദിച്ചു, ആസാദ്, ഇസ്ലാമിന്റെ ഫ്രാറ്റേണിറ്റി എവിടെ? ഇസ്ലാമിന്റെ ഫ്രാറ്റേണിറ്റി അദ്ദേഹം ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവർ സുജൂദ് ചെയ്തു ഒന്നാമത്തെ വരിയിൽ. രണ്ടാമത്തെ വരിയിലാണ് അബുൽ കലാം ആസാദ്. വെളുത്തവനായ അബുൽ കലാം ആസാദ്, അഡ്വക്കറ്റായ അബുൽ കലാം ആസാദ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മുൻനിരയിൽ നിന്ന് അബുൽ കലാം ആസാദ്, അതുപോലെ പണക്കാരനായ അബുൽ കലാം ആസാദ്, ഒരു ദരിദ്രനായ ഡ്രൈവറുടെ പിന്നിൽ അണിനിരക്കുന്ന രംഗം. അതാണ് ഇസ്ലാമിന്റെ രംഗം. ഖുർആൻ അറിയാവുന്നവർക്ക് വിശുദ്ധ ഇസ്ലാമിക സമൂഹത്തെ നയിക്കാം. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. കാരണം ഇസ്ലാം ദൈവികമാണ്, എന്റെയും നിങ്ങളുടെയും മതമാണ്, നമുക്കെല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ മതമാണ്. ആ മതത്തിൽ നിന്നാണ് മനുഷ്യർ തെറ്റിപ്പോയത്. ഇന്ന് മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം തെറ്റിപ്പോയത്. ഏത് കാലഘട്ടത്തിലും മനുഷ്യർ തെറ്റിപ്പോയത്. അതുകൊണ്ട് അവരെ തിരിച്ചു വിളിക്കണം. ഇനി ഞാൻ പറയുന്ന അവസാനിപ്പിക്കുന്ന വാചകം, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോകാൻ. മരണത്തിനു ശേഷം സ്വർഗവും നരകവുമുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം എന്താണെന്ന് അറിയുമോ? മഹാഭാരത യുദ്ധ സമയത്ത് അർജുനൻ ആയുധം കീഴ്വെച്ച് ദുര്യോധനനോട്, കർണനോട്, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണനോട്, ഭീഷ്മാചാര്യരോട് ഞാൻ യുദ്ധം ചെയ്യില്ല ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ് ആയുധം താഴെ വെച്ച് പിരിയുന്ന ആ കുന്തിപുത്രനെ വിളിച്ചുകൊണ്ട്, അർജുനനെ വിളിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസ്യേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ അഥോവ പ്രാപ്സസി സ്വർഗം. ഏ അർജുന, കുന്തിപുത്ര, നീ യുദ്ധത്തിൽ അവരാൽ കൊല്ലപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാതെ. സ്വർഗം. ഇസ്ലാം ബദർ യുദ്ധം നടക്കുന്ന രംഗത്ത് പ്രവാചകനോട് ഒരു അനുയായി ചോദിച്ചു, ഈ കാരക്ക കൊറിക്കുന്നിടയിൽ ഞാൻ രക്തസാക്ഷിയായാൽ എവിടെ ചെല്ലുമെന്ന് ചോദിച്ചു. സ്വർഗത്തിൽ ചെല്ലും. മഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസ്യേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ. എന്തായാലും അർജുന, കൊല്ലപ്പെട്ട സ്വർഗം, ജയിച്ചാലോ രാജ്യം നേടാം, സുഖം അനുഭവിക്കാം. സ്വർഗമുണ്ട് എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ ഭയമില്ല. സ്വർഗത്തിൽ നിങ്ങൾ നോക്കൂ, സ്വർഗേ ലോകേന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം നജരയാ ബിബേദി ഉഭേ തീർത്വാശനായാ ബിബാസേ ശോകാദിഘോ മോദതേ സ്വർഗലോകേ. കഠോപനിഷത്തിലെ 1-ാം അധ്യായം 12-ാമത്തെ ശ്ലോകം എന്താ പറയുന്നറിയോ? സ്വർഗേ ലോകേന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം നരയാ ബിബേദി. അർത്ഥം കൊടുക്കൂ, സ്വർഗത്തിൽ രോഗം മുതലായ ഭയകാരണങ്ങളൊന്നുമില്ല. വ്യക്തി അതുപോലെ പിന്നെ അവിടെ മൃത്യുദേവൻ അവിടെ വരില്ല, അവിടെ മരണമില്ല. നോക്കൂ, അവിടെ മരണമില്ല, അവിടെ മരണം അങ്ങനെ നടക്കുന്നില്ല. മാത്രവുമല്ല അവിടെ വാർദ്ധക്യം തന്നെ ഉണ്ടാവില്ല. മനുഷ്യർ വിഷമിക്കുന്ന വിശപ്പും ദാഹവും അവിടെയില്ല. അങ്ങനെ യാതൊരു ദുഃഖത്തോട് കൂടാതെ സ്വർഗലോകത്തിൽ എല്ലാവർക്കും സുഖമായി നിൽക്കാം. വിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്, സ്വർഗം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനസ്സും വിഭാവനം ചെയ്തിട്ടുമില്ലാത്തതുമായ തഹത്ത, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അരുവികൾ ഒഴുകുന്ന പൂങ്കാവനങ്ങളുള്ള മനോഹരമായ സ്വർഗത്തിന്റെ ആരാമം. ആ ആരാമത്തിൽ നിങ്ങൾക്ക് ചെല്ലാമെന്നാൽ ബൈബിളും പറയുന്ന ഇതാണ്, നിന്റെ കണ്ണ് തെറ്റ് ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നീ നിന്റെ കണ്ണ് ചൂന്നെടുക്കുക. കാരണം 2 കണ്ണുകളുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ കണ്ണില്ലാത്തവനായി സ്വർഗത്ത് പോകലാണ് നിനക്ക് നല്ലത്. നിന്റെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കൈ മുറിച്ചു കളയുക. വികലാംഗനായി സ്വർഗത്തിൽ പോകലാണ് എല്ലാ അവയവത്തോടും കൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. മത്തായിയുടെ സുവിശേഷം വായിക്ക്, അവിടെ കാണാം. അപ്പൊ സ്വർഗമുണ്ട്. ഒരു തരിമ്പ് നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനോടൊന്ന് പുഞ്ചിരിച്ചാൽ പോലും സ്വർഗമുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് പുണ്യമാണ്, സദഖയാണ്. ഹസ്തദാനം ചെയ്തിട്ട് ആ ഹസ്തദാനം പിടിക്കുന്നത് പോലും മഹോന്നതമായ പുണ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോ ഇന്നിന്റെ തീവ്രവാദ ലോകത്ത് എന്തുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായിരുന്നു ഞാൻ പറഞ്ഞ അവസാനത്തെ 3-ാമത്തെ ഭാഗം. സഹോദര, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഉറങ്ങിക്കിടക്കുന്ന മുഹമ്മദ് നബിയെ ഒരാൾ വന്നിട്ട് വാളെടുത്ത് വെച്ച് കണ്ടത്തിൽ കുത്തിവെച്ചിട്ട് ചോദിച്ചു, മുഹമ്മദ്, നിന്നെ ആരാണ് രക്ഷിക്കുക? മുഹമ്മദ് നബി പറഞ്ഞു, അല്ലാഹു. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് വാള് താഴെ വീണു. തിരിച്ചെടുത്തിട്ട് പ്രവാചകൻ ചോദിച്ചു, നിന്നെ ആര്? മുഹമ്മദേ, നീ തന്നെ എന്നെ രക്ഷിക്കാൻ. അങ്ങനെ മുഹമ്മദ് നബി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച ശത്രുവിനെ, വാൾത്തലപ്പിൽ കിട്ടിയ ശത്രുവിനെ വെറുതെ വിട്ടു. വെള്ളത്തോളം നാരായണ മേനോൻ
കേരളത്തിന്റെ കവിയായ വള്ളത്തോൾ നാരായണ മേനോൻ ആ സംഭവത്തെ ഉദ്ധരിച്ച് അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത രചിച്ചിട്ടുണ്ട്. അല്ലാഹു, ശത്രുവിനെ, തന്നെ കൊല്ലാൻ ശ്രമിച്ച ശത്രുവിനെ വെറുതെ വിട്ട അമ്മനുഷ്യന് ആ സംഭവത്തെ ഉദ്ധരിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത. പ്രിയപ്പെട്ടവരെ, നബിയുടെ സ്വന്തം മകൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ മകളെ ഒരു ശത്രു ഒട്ടകപ്പുറത്തുനിന്ന് കുന്തമെറിഞ്ഞ് താഴെ വീഴ്ത്തി. ആ കുട്ടിയും ഗർഭപാത്രത്തിലെ കുഞ്ഞും മരിച്ചു. അമ്മനുഷ്യന് പ്രവാചകന് മാപ്പ് കൊടുത്തു. അതാണ് ഇസ്ലാം. നേരത്തെ വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. സഹോദരന്മാരെ, ഖുർആൻ പഠിപ്പിച്ച ഒരു തത്വമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷം പുരട്ടി കൊല്ലാൻ ശ്രമിച്ച മനുഷ്യന് പ്രവാചകൻ മാപ്പ് കൊടുത്തു. നബിയെ കൊല്ലാൻ വാടക ഗുണ്ടയെ ഏൽപ്പിച്ച മനുഷ്യന് പ്രവാചകൻ മാപ്പ് കൊടുത്തു. പ്രവാചകനെ പൂരത്തെറി പറഞ്ഞ സുഹൈലിനെ തലയരിഞ്ഞ് താലത്തിൽ വെച്ച് തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ പ്രവാചക തിരുമേനി പറഞ്ഞു, സുഹൈലിനോട്, ഉമറിനോട് പറഞ്ഞു, ഉമറെ, ഇസ്ലാം വികാരമല്ല വിചാരമാണ്, കൊല്ലരുത് എന്ന്. ആ സുഹൈല് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകന്റെ എളാപ്പയുടെ കരള് കടിച്ചു തുപ്പിയ എന്തിനും വയസ്സിക്കും ആ പ്രവാചകൻ മാപ്പ് കൊടുത്തു. അത്രമാത്രം നമ്മളോട് ഇവിടെയുള്ള ഒരു മതവിഭാഗവും നമ്മളോട് തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഖുർആനിലെ 60-ാം അധ്യായം 8-ാമത്തെ സൂക്തമാണ്. നിങ്ങൾക്ക് അല്ലാഹു വിരോധിച്ചിട്ടില്ല. അമുസ്ലിങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്നാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അവരോട് നിങ്ങൾ നീതി പാലിക്കണം. നിങ്ങളോട് മതത്തിന്റെ പേരിൽ ആക്രമിക്കാത്ത നിങ്ങളുടെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് ഏറ്റവും മാന്യമായി നിങ്ങൾ പെരുമാറണം. സഹോദരങ്ങളെ, നീണ്ട താടി കാണുമ്പോ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് ബില്ലാദൻ എന്ന്. നമ്മുടെ ബാലുശ്ശേരിയിൽ പലരും എന്നെ വിളിച്ചിട്ടുണ്ട് ബില്ലാദൻ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാര്യനായ പരമപൂജ്യ രവിശങ്കർ സാറെ, എന്താ നിങ്ങൾ ബില്ലാദൻ എന്ന് വിളിക്കാത്തത്? അദ്ദേഹത്തിന്റെ നീളമുള്ള മുടിയും അദ്ദേഹത്തിന്റെ നീളമുള്ള താടിയും ഏത് മുസൽമാനുണ്ട് ഇവിടെ? രവീന്ദ്രനാഥ ടാഗോറിന്റെ മനോഹരമായ താടി, അതുപോലെ തന്നെ ഗുരു നിത്യ ചൈതന്യയുടെ മനോഹരമായ താടി, ചട്ടമ്പി സ്വാമികളുടെയും ബാഗ്ബടാനന്ദ സ്വാമികളുടെയും മനോഹരമായ താടി, കാർൽ മാക്സിന്റെ തിക്ക് തീർന്ന താടി, ചാൾസ് ഡാർവിന്റെ ശാസ്ത്രബോധമുള്ള താടി, അത്ര നീണ്ട താടി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആർക്കില്ല. പക്ഷെ അവരെ ആരെങ്കിലും ബില്ലാദനെന്നോ ഭീകരവാദി എന്നോ വിളിക്കാറുണ്ടോ? സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗൗരവപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, ലോകം കണ്ട ഭീകരവാദികൾക്കൊന്നും താടി ഉണ്ടായിരുന്നില്ല. 6 ലക്ഷം പേരെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്ന ഹിറ്റ്ലറിന് താടി ഉണ്ടായിരുന്നുവോ? മുസോളിനിക്ക് താടി ഉണ്ടായിരുന്നുവോ? 2ാം ലോകമായുധത്തിൽ മനുഷ്യരെ കൊന്നൊടുക്കിയവർക്ക് താടി ഉണ്ടായിരുന്നുവോ? അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് ഡബ്ല്യു ബുഷിന് താടിയുണ്ടോ? ഏരിയൽ ഷാരോന് താടിയുണ്ടോ? മാറാട് ഗുജറാത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഈ രാഷ്ട്ര നായകന് താടിയുണ്ടായിരുന്നോ? സദാം ഹുസൈൻ കുവൈത്ത് ആക്രമിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് താടിയുണ്ടായിരുന്നോ? താടിയും പക്വതയുമുള്ളവർക്ക് ജീവിതത്തിൽ എപ്പോഴും നല്ല ബോധമല്ലാതെ മറ്റൊന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. എന്റെ താടി സിനിമാ തിയേറ്ററിൽ ക്യൂ നിൽക്കുന്നതിന് എന്നെ തടയുന്നുവെങ്കിൽ, എന്റെ താടി മദ്യഷാപ്പിൽ ചെല്ലുന്നതിനെ തടയുന്നുവെങ്കിൽ അതൊരു പണ്ഡിത താടിയാണല്ലോ. മാത്രമല്ല, ഞാനുമായി എന്റെ സുഹൃത്ത് പിണങ്ങിയപ്പോ ഒരിക്കൽ എന്നോട് പറഞ്ഞ ആ വാചകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, എന്റെ അനുഭവമാണെങ്കിലും. വലിയ താടിയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ്. അപ്പൊ താടി നീട്ടുന്നവർ അനാവശ്യങ്ങൾ പറഞ്ഞുകൂടാ, താടി നീട്ടുന്നവർ അനാവശ്യങ്ങൾ ചെയ്തുകൂടാന്നാണ്. ആ താടി ആരെയും ഭീകരവാദത്തിന്റെ താടിയാക്കിയിട്ടില്ല. മനസ്സ് നിർമ്മലമാണെങ്കിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ആഹാരം കഴിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് ഇസ്ലാമിക ഉമ്മത്ത്. സഹോദരങ്ങളെ, മുസ്ലിങ്ങളെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഉയർന്ന ശിരസോടെ, തെളിഞ്ഞ അഭിമാനത്തോടെ രാജേട്ട, ബാലേട്ട, സുരേഷേ, സാറാമേ, ആമിനക്കുട്ടി, മുഹമ്മദേ, അഹമ്മദേ, നമ്മളൊക്കെ ഒരു ദൈവത്തിന്റെ അടിമകളാണടാ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിജയിക്കണം. അമ്മയെ ആദരിക്കണം, ഉമ്മയെ ആദരിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, നാടിനെ ശുദ്ധീകരിക്കണം, ജോലിയില്ലാത്ത യുവാക്കൾക്ക് ജോലി വാങ്ങിക്കൊടുക്കണം. അവർ വഴിവെച്ചു പോകുന്നത് കണ്ണുകൊണ്ട് കണ്ടു നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. പറയാൻ, നന്നാക്കാൻ, ഉപദേശിക്കാൻ, മക്കളെ അരുത്, അനിയാരുത്, ഇക്കാക്കാരുത്, മൂത്താപ്പാരുത്, ജ്യേഷ്ഠാരുത്, നാട്ടുകാരാരുത്, മദ്യപിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, മയക്കുമരുന്നിന് അടിമപ്പെടല്ലേ, തോന്നിവാസം ചെയ്യല്ലേ. നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ നിന്റെ അമ്മയെ രക്ഷിക്കേണ്ട നീ തളർന്നു പോയാൽ, മദ്യപിച്ച് ബോധം കെട്ട് ഓവിച്ചാലിൽ മുഖം കമഴ്ന്നു വീണാൽ
അതിന്റെ പേരിൽ നിന്റെ പെങ്ങളെ ഒരാൾ ബലാത്സംഗം ചെയ്താൽ ആണത്തത്തോടെ തടുത്തു നിർത്താൻ ശേഷീബലമുള്ള നിന്റെ കൈകൾ മദ്യപാനം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും നശിപ്പിക്കപ്പെട്ടാൽ ഈ രാജ്യത്തെ സേവിക്കാൻ ഇനി ഒരു പൗരൻ വരാനുണ്ടോ? അതുകൊണ്ടല്ലേ മഹാനായ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ യുവാക്കളെ നോക്കി പറഞ്ഞത്, ഫുട്ബോൾ കളിയിലൂടെ നിങ്ങൾക്ക് രാജ്യം നേടാം ഗീതാപാരായണത്തെക്കാൾ എന്ന് പറഞ്ഞത്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിനെ ആണത്തമുള്ള തീരുമാനങ്ങൾ എടുക്കാനും രാജ്യത്തെ നയിക്കാനും ലോകത്തെ നയിക്കാനും സാധിക്കൂ. ഗാന്ധി എന്ന ഫക്കീറിന്റെ മനസ്സ് അരോഗ്യതയുടെ ഗാത്രമായിരുന്നു, രാജ്യസേവനത്തിന്റെ തുടിക്കുന്ന അനുഭവമായി തീരാൻ. പ്രിയപ്പെട്ടവരെ, MSM എന്ന് പറയുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംഘടന, ഇവിടെ നാഥനെ അറിയുക എന്നൊരു പ്രമേയം, നാളെയുടെ രക്ഷക്ക്, മരണത്തിനു ശേഷമുള്ള രക്ഷക്ക്. അതെ, തൃശൂരിന്റെ KSRTC സ്റ്റാൻഡിൽ 50,000 രൂപ പോക്കറ്റടിച്ചൊരച്ഛന്റെ വിലാപം ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, എന്താ സഹോദര, എന്റെ മകളുടെ കല്യാണത്തിന് വെച്ച പണം ആരോ പോക്കറ്റടിച്ചു പോയി പൊന്നുമോനെ, ഞാൻ എന്ത് പറയും എന്റെ മകളോട്? എന്റെ മകള് ഞാൻ എങ്ങനെ ഇറക്കി വിടും? പോക്കറ്റടി വർദ്ധിച്ചു. 8,000 രൂപ എന്റേത് പോക്കറ്റടിച്ചു തൃശ്ശൂർ വെച്ച്. സഹോദര, ഞാൻ അധ്വാനിച്ച, ഞാൻ കഷ്ടപ്പെട്ട ആ സമ്പാദ്യം ഒരു സെക്കൻഡ് കൊണ്ട് അടിച്ചുപോയ മനുഷ്യന് ശിക്ഷ കിട്ടേണ്ട ഒരു ലോകം വേണ്ടേ സുഹൃത്തെ? മരണത്തിന് ശേഷം 5 മക്കളിൽ 4 മക്കൾ മാതാപിതാക്കളെ നല്ലവണ്ണം നോക്കുന്നു, ഒരു മകൻ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു. ഇവരെല്ലാം തുല്യമാകുമോ മരണത്തോടുകൂടി? ഒരു രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു പുരുഷായി സമർപ്പിച്ച ഗാന്ധിജിയും ഗോഡ്സെയും തുല്യമാകുമോ സഹോദര? അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടി നാളേക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു എന്നത്. സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പെൺകുട്ടികൾ എവിടെ പോകുന്നു? നിങ്ങളുടെ പെൺകുട്ടികൾ എവിടെയാണുള്ളത്? നിങ്ങളുടെ ആൺകുട്ടികൾ എവിടെ? 9 മണിക്ക് വരേണ്ട മകൻ 9:10 ആയാൽ വെറുതെ ഒരച്ഛൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ ചോദിക്കണ്ടേ നിങ്ങൾ, പൊന്നുമോനെ 10 മിനിറ്റ് എങ്ങനെ ലേറ്റ് ആയി എന്ന്? അത് ചോദിച്ചില്ലെങ്കിൽ നാളെ അതൊരു മണിക്കൂറാകും, അത് പിന്നെ ഒരു ദിവസമാകും. നമുക്ക് നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെടും. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ അല്പം സമയം എടുത്തുപോയി സുഹൃത്തുക്കളെ, തുടങ്ങാൻ അല്പം താമസിച്ചുവല്ലോ. നമ്മുടെ കാലാവസ്ഥയും അതായിരുന്നു. അൽഹംദുലില്ലാ നാഥ, നിന്നെ സാക്ഷ്യം നിർത്തി നീ ചെയ്ത അത്യപാരമായ അനുഗ്രഹത്തെ ഈ സ്കൂളിന്റെ അങ്കണത്തിൽ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും ഇതിനു വേണ്ടി ഓടി നടക്കുകയും ചെയ്ത ഒത്തിരി പേരുള്ള ഈ മഹാസദസ്സിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജാതി മതഭേദമന്യേ ഇതിനെ സഹായിച്ച ആളുകളുള്ള ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ നാട് രക്ഷപ്പെടണം, നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, നമ്മുടെ മക്കൾ രക്ഷപ്പെടണം. മാതാപിതാക്കളുടെ കൊള്ളരുതായ്മ കൊണ്ട് ഒരിക്കലും നമ്മുടെ മക്കൾ കേടുവരരുത്. അതുകൊണ്ട് പറയാൻ, പീഡികത്തിണ്ണയിൽ, കടകളിൽ, പരിസരത്തിരിക്കുന്ന നമ്മുടെ കൊച്ചനുജന്മാരോട് അരുത് മക്കളെ, അരുത്, തെറ്റ് ചെയ്യരുത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മക്കളെ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഛേ എന്നൊരു വാക്ക് പോലും അച്ഛനമ്മമാരോട് പറയരുത്. മക്കളോടുള്ള കടപ്പാടുകൾ മാതാപിതാക്കൾ ചെയ്യണം. അവരുടെ വസ്ത്രത്തിലും വേഷവിധാനത്തിലും ജീവിതത്തിലും. നമ്മുടെ സഹോദരങ്ങൾക്ക്, ജോലിയില്ലാത്ത കുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കണം. അവർ എൻഗേജ്ഡ് ആവണം. എന്നിട്ട് നമ്മുടെ നാടും പരിസരവും ഇന്നോളം കാത്തു സൂക്ഷിച്ച സകല മൈത്രിയും നിലനിൽക്കണം. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, എല്ലാ മതത്തിന്റെയും ബേസ് ഒന്നായിരുന്നു. അഥവാ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസവും പരലോകവും മതഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മളെല്ലാം ഒന്നാണ്. അതാണ് സാക്ഷാൽ ഇസ്ലാം. ആ ഇസ്ലാം ലോകത്ത് ദൈവത്തിന്റെ മതമാണ്, വർഗീയതയില്ലാത്ത മതമാണ്. ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ ഇട്ടുതരികയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നിങ്ങൾ ഖുർആൻ വായിക്കുക. പലപ്പോഴും ആളുകൾക്ക് ധാരണയുണ്ട് ഖുർആൻ തൊട്ടാ കണ്ണു പൊട്ടിപ്പോകുമല്ലോ. ഖുർആനിൽ 2 സ്ഥലത്ത് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബികും, നിങ്ങളെ കണ്ണ് തുറപ്പിക്കുന്നതാണ് ഖുർആൻ. കണ്ണ് തുറപ്പിക്കുന്ന ഖുർആൻ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുപോലെ ഓരോ വേദങ്ങളും ഒന്ന് വായിച്ചു നോക്കുകയെന്ന് മിനിമം അവനവന്റെ വേദഗ്രന്ഥത്തിലെ ഏകദൈവ വിശ്വാസവും മരണാനന്തര ജീവിതവും കൃത്യമായി പഠിച്ചാൽ നമ്മളൊരു പോയിന്റിൽ എത്തിച്ചേരും, ഏകദൈവ ആരാധനയുടെ ഒരു പോയിന്റിൽ. അപ്പം നമ്മൾ ഒന്നായി തീരും, നമ്മൾ ഏകോദര സഹോദരങ്ങളാകും. വ്യത്യസ്ത ദേവാലയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. നമ്മളെയൊക്കെ പടച്ച, ലോകത്തെ പടച്ച, സൂര്യചന്ദ്രാദികളെ പടച്ച, സർവ്വചരാചരങ്ങളെയും പടച്ച, അതെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചാൽ നമ്മൾ നാഥനെ അറിഞ്ഞു, ദൈവത്തെ അറിഞ്ഞു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രവാചകനെ അറിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിലെത്തി. ആ
പ്രവാചകൻ പഠിപ്പിച്ച കാര്യമനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനാരാചാര്യൻ വരും, മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടുമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ ആ പ്രവാചകൻ വന്നു. ആ പ്രവാചകനെ പഠിക്കാൻ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിന് നില ജീവിച്ച ആ പ്രവാചകനെ, മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, വേദങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. ഒറ്റ ദൈവം, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും മനുഷ്യരും ദർഗകളും എല്ലാം പൂജിക്കപ്പെടുന്നതിൽ നിന്ന് അതിനെയൊക്കെ സൃഷ്ടിച്ച, കല്ലിനെയും മണ്ണിനെയും മരത്തെയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യരവരെ സമർപ്പിച്ച് ആ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചാൽ അവരാരായിരുന്നാലും അവരുടെ ദേശം എന്തായിരുന്നാലും അവർ രക്ഷപ്പെടും. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എന്റെ യാത്രക്കിടയിൽ, ഞങ്ങളുടെ യാത്രക്കിടയിൽ എവിടെ വെച്ചെങ്കിലും ഞങ്ങൾ മരിച്ചുപോയാൽ ഈ സദസ് സാക്ഷിയാണ്. നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ജനം വരും. ഈ ആളുകൾ, ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ സാക്ഷ്യം വഹിക്കും. ഞങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഈ ആദർശം എത്തിച്ചു തന്നിരുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കും. നമ്മുടെ പട്ടണ ബാലുശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും മനുഷ്യർക്കെല്ലാം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ, ദൈവത്തോട് മാത്രം ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ മുമ്പിൽ അവിശുകൾ അർപ്പിക്കുന്ന, ആ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനാ കീർത്തനങ്ങൾ സമർപ്പിക്കുന്ന ഏകോദര സഹോദരങ്ങളുടെ, ലോകത്തെ ഒന്നായി കാണുന്ന അതിമനസ്സിന്റെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ, ലോകത്തിന്റെ ഭീകരവാദത്തിനെതിരെ ഇറാഖിലും ഫലസ്തീനിലും ചെച്ചനിയയിലും ബോസ്നിയയിലും കോസഡോവയിലും കാശ്മീരിലും ലോകത്തിന്റെ പൂനാട്ടും മാറാട്ടും ഒക്കെ നടക്കുന്ന കലാപങ്ങൾക്ക് അതീതമായി കുത്തല്ലേ കൊല്ലല്ലേ അരുതേ എന്ന് പറയാൻ, മാനിഷാദ അരുത് കാട്ടാള എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നൊരവസ്ഥ, തിന്മയെ എതിർക്കുന്ന, തിന്മക്ക് കൂട്ടുനിൽക്കാത്ത, നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരായ യുവാക്കളോട് ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം അവതരിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ട്. നമ്മൾ തിന്മയിലേക്ക് ചെന്നെത്തിയാൽ നമ്മെ നോക്കാൻ ഒരാളില്ലാത്തൊരു കാലം വരും. അതുകൊണ്ട് നമ്മുടെ നന്മ, നമ്മുടെ ആരോഗ്യം നമ്മൾ ചെലവഴിക്കുക നാടിന്റെ നന്മക്ക്, ലോകത്തിന്റെ നന്മക്ക്, കുടുംബത്തിന്റെ നന്മക്ക്, സർവോപരി എന്റെയും നിങ്ങളുടെയും മരണത്തിനു ശേഷമുള്ള രക്ഷക്ക് ഓരോരുത്തരും ആബാലവൃദ്ധൻ ജനങ്ങളോട്, സ്ത്രീകളോട്, കുട്ടികളോട്, നാനാജാതി മതസ്ഥരോട് നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം, ആ ജീവിതം സുന്ദരമായി തീരാൻ, ബാസുരമായി തീരാൻ വേദം പറഞ്ഞ പോലെ തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവതം. ഇവിടെ പറയുന്നു, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഗീതയിലെ 18-ാം അധ്യായം 62-ാമത്തെ ആയത്ത്. ഇത് നിങ്ങളുടെ ചർച്ചയ്ക്ക് വിടുകയാണ്. എന്താ അവിടെ പറയുന്നറിയോ? ശാശ്വതമായ ഒരു സ്വർഗലോകത്തിലെത്താനുണ്ട്. അർജുന, ഏകനായ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ മുമ്പിൽ നീ നിന്നെ സമർപ്പിച്ചാൽ ശാശ്വതമായ സ്വർഗം. ഖുർആൻ പറയുന്നത്, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ദൈവേതര ശക്തികൾ ആരാധിച്ചാൽ ശാശ്വതമായ നരകമാണ്. ദൈവത്തെ മാത്രം ആരാധിച്ച് ജീവിച്ചാൽ ശാശ്വതമായ സ്വർഗമാണ്. അതുകൊണ്ട് എല്ലാ വേദങ്ങളുടെയും കൺക്ലൂഷനായ, എല്ലാ വേദങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന, എല്ലാ വേദങ്ങളെയും മോഡറേറ്ററായി കാണുന്ന, മുഹൈമിനായ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഒരിക്കലും വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ എന്നും ദൈവപ്രോക്തമായി നിലകൊള്ളുന്ന ഖുർആനിന്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വേദങ്ങളുടെ എല്ലാം അന്തസാരത്തെ ആവാഹിച്ച് ഏറ്റവും ചുരുങ്ങി, എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കേസറ്റ് വഴി കിട്ടും. ഇനിയും അന്വേഷിച്ച് പഠിക്കാൻ കഴിയും. ഇത്തരം പുസ്തകങ്ങൾ എവിടെ എന്ന് ചോദിക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് നൽകാനും ചർച്ചയുണ്ടാക്കാനും പഠനമുണ്ടാക്കാനും നമുക്ക് കഴിയും. സഹോദരങ്ങളെ, ഇത് കൈമാറുക, ഈ സ്നേഹം കൈമാറുക, നമ്മൾ ഒന്നാണെന്ന വികാരമുണ്ടാക്കുക, ഈ ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകുക. പൂങ്കാവനത്തിലെ പുഷ്പങ്ങളെ പടച്ച നാഥന്റെ മുമ്പിൽ ശിരസ് നമിക്കുക. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥന്റെ മുമ്പിൽ ശിരസ് നമിക്കുക. MSM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ മഹാപ്രമേയത്തിന്റെ ഈ കൊച്ചു പ്രദേശത്തെ വിശദീകരണം ഇവിടെ തൽക്കാലം അവസാനിക്കുന്നു. സഹോദര, നമുക്കൊന്നിച്ച് മുന്നേറാൻ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഓരോ ജീവിതം ചിട്ടപ്പെടുത്താൻ ദൈവത്തിന്റെ മതമായ സമർപ്പണത്തിന്റെ മതം, ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം അതാണ്, സമർപ്പണത്തിന്റെ മതം, ദൈവത്തിൽ സമർപ്പിക്കുന്ന മതം. ദേശകാല ഭേദങ്ങൾക്കപ്പുറത്ത് ഒരാശയമാണത്. ഒരു വ്യക്തിയുടെയോ ഗോത്രത്തിന്റെയോ പേരല്ല. ആ ദൈവം കനിഞ്ഞരുളിയ ആദർശത്തെ, വേദങ്ങളെല്ലാം വിസ്തരിച്ച് ഈ തത്വത്തെ, പൊതുതത്വത്തെ സ്വീകരിച്ച് ജീവിച്ചാൽ നാം രക്ഷപ്പെടും. എന്റെ ദൗത്യം പരമാവധി നാഥ നീ സാക്ഷിയാണ്. ഞാൻ
ഞാൻ വിശദീകരിച്ചു. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. നാഥ, ഞങ്ങളുടെ ശ്രമങ്ങളെ നീ വിജയമേ തമ്പുരാനെ, യാതൊരു ലോകമാന്യവുമില്ലാതെ പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഇവിടെ ഈ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം സ്റ്റേറ്റ് മൊത്തമായി കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. ഫെബ്രുവരി 26-ന് ഇതിന്റെ സമാപനം, ഈ പ്രമേയത്തിന്റെ, ഈ ക്യാമ്പയിന്റെ മഹാസമാപനം കോഴിക്കോട് വെച്ച് ഫെബ്രുവരി 26-ന് നടക്കും. ഈ നാട്ടിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. കല്യാണത്തിന്റെ, അതുപോലെ കുറിക്കല്യാണത്തിന്റെ ഡേറ്റ് എഴുതി വെക്കുന്നത് പോലെ നിങ്ങൾ ഫെബ്രുവരി 26 എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ തുറന്ന സംവാദങ്ങൾ നടത്താറുണ്ട്. ആർക്കും ചോദിക്കാനുള്ള വേദികൾ ഒരുക്കി. ഇൻഷാ അല്ലാഹ് ഇത് ആ മഹത്തായ ഒരു കാൽവെപ്പാണിത് എന്ന് മനസ്സിലാക്കി നമുക്കങ്ങനെ സംഘടിപ്പിക്കാം. സന്യാസിമാരെ, ക്രൈസ്തവ പണ്ഡിതന്മാരെ, യുക്തിവാദികളെ, മതാചാര്യന്മാരെ പങ്കെടുപ്പിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് സത്യമറിയണം. അത് ആചാര്യന്മാരെ നിങ്ങൾ പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ഇന്നിട്ട് ഒന്നിച്ചു മുന്നേറണം, ഒന്നാവണം, നന്നാവണം. അതിന് നിങ്ങൾ ഞങ്ങൾക്ക് അവസരമൊരുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് അത്തരം അവസരങ്ങൾ ഉണ്ടാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും സത്യത്തെ സത്യമായി ഉൾക്കൊള്ളാനും സത്യപ്രബോധകന്മാരാവാനും സത്യത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി വന്നാൽ തന്റെ കഴുത്തിനെ സത്യത്തിന് വേണ്ടി വെച്ചുകൊടുക്കാനും സാധിക്കുന്ന മഹോന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ലോകത്തെയും സമൂഹത്തെയും സമുന്നതമായ ഒരു മേഖലയിലെത്തിക്കാൻ ലക്ഷ്യം കാണുന്ന മഹത്തുറ്റ മനസ്സിന്റെ ഉടമകളായി എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ബോധമുള്ളവരാക്കി അള്ളാഹു നമ്മയൊക്കെ മാറ്റി തരുമാറാകട്ടെ. നമ്മളെ ഐക്യവും സ്നേഹവും സൗഹൃദവും ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയും സാവർത്തിത്വവും വിശാല വീക്ഷണവും ദൈവം തമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോരുത്തരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കട്ടപ്പാടും നൊമ്പരങ്ങളും അറിയുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പാടുപെടുന്നവരെ കാണാനും വിവാഹിതരാകാത്തവർ എന്തുകൊണ്ട് വിവാഹിതരാകുന്നില്ല എന്നന്വേഷിക്കാനും അവരെ രക്ഷപ്പെടുത്താനും എന്താണ് അവരുടെ പ്രശ്നമെന്ന് പഠിക്കാനും നിത്യരോഗികളുടെ, ശയ്യാവലംബികളുടെ, കിടപ്പാടമില്ലാത്തവരുടെ, പിഞ്ചു സ്വന്തം പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഒന്ന് മറു കൊടുക്കാൻ പോലും, ഒരു മിന്നു കൊടുക്കാൻ പോലും സൗകര്യമില്ലാത്തവരെ രക്ഷപ്പെടുത്തുന്ന ഒരു നവലോകത്തിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധന രീതി അനുസരിച്ചുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലോകർക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഖൈർ ഉമ്മത്ത് എന്ന നിലയിൽ ആ ഡ്യൂട്ടി നിർവഹിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലൊരു മനസ്സ്, ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും മനസ്സ് അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ കേട്ട കാര്യങ്ങൾ സത്യമാണെങ്കിൽ ആ സത്യം സ്വീകരിച്ച് ജീവിക്കാനുള്ള ധൈര്യം, കഴിവ്, തന്റെ ഇടം അത് ദൈവം തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദൈവം തമ്പുരാൻ കേട്ട സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.